സാധാരണയൊക്കെ നമ്മൾ കൊച്ചു കുട്ടികളിലൊക്കെ വരുമ്പം ജനറലി എടുക്കുന്നത് ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്. ഇപ്പോൾ ഒരു 7 വയസ്സിൽ, ഒരു 14 വയസ്സിലൊക്കെയാണ് അതിൻ്റെ ഒരു പീക്ക് കാണാറുള്ളത്. പക്ഷേ നമ്മൾ അതിൽ അത് തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യണം. അതിന് ഇന്നിപ്പം നമുക്ക് പഴയ ഇപ്പോൾ ഒരു 10 25 വർഷമൊക്കെ മുമ്പ് അതിനൊന്നും ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്നൊന്നും നോക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നമുക്ക് കൊച്ചു കുട്ടികളിൽ വന്നാൽ അപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ സി പെപ്റ്റൈഡ് നോക്കുക, ഇൻസുലിൻ ലെവൽ നോക്കുക, പിന്നെ അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസും നോക്കാം. പക്ഷേ ഇപ്പം ഞാൻ പല പേഷ്യൻസിനെയും കണ്ടിട്ടുണ്ട്. അവർ ടൈപ്പ് 1 ആണെന്ന് കരുതി 4 നേരവും ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് ചിലപ്പം പലപ്പോഴും അത് ടൈപ്പ് 2 ആയിരിക്കും. ടൈപ്പ് 2 ആണെങ്കിൽ നമുക്ക് മരുന്നൊന്നും ഇൻസുലിൻ ഇല്ലാതെ തന്നെ നമുക്കത് ടൈപ്പ് 2ൻ്റെ കാര്യം എന്താ? ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റാനായിട്ട് മരുന്നൊന്നും ഇല്ല. പക്ഷെ നമുക്ക് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താൽ ഇൻസുലിൻ മാറ്റാൻ പറ്റും. ഞാനതിനൊരു ഒരു പേഷ്യൻറ്റിൻ്റെ എക്സാമ്പിൾ തന്നെ പറയാം. ഇത് ഇപ്പം ഇദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2023 എൻ്റെ അടുത്ത് വന്ന ഒരു പേഷ്യൻ്റാണ്. അദ്ദേഹം വരുമ്പം 26 വയസ്സാണ്. 18-ാം വയസ്സിൽ അദ്ദേഹത്തിന് ഡയബറ്റീസ് കണ്ടുപിടിച്ചു. അന്ന് മുതൽ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുക. 4 നേരം ഇൻസുലിൻ. ആക്ച്വലി സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ 17-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ഫാദർ ക്യാൻസർ വന്ന് മരിച്ചു. അപ്പോൾ അതിൻ്റെ സ്ട്രെയിനും കൂടി ആയിരിക്കണം. 18-ാം വയസ്സിലാണ് ഡയബറ്റീസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക 4 നേരം. അദ്ദേഹം എടുത്തിരിക്കുന്നതാണെങ്കിൽ ഇഞ്ചക്ഷൻ ഫിയാസ്പ്, അതായത് ഇൻസുലിൻ അസ്പാർട്ട് എന്ന് പറഞ്ഞ ഇൻസുലിനാണ്. അത് 3 നേരമുണ്ട്. പിന്നെ ഇൻസുലിൻ ലാർജിൻ എന്നുള്ളത് ലോങ് ആക്ടിങ്. അത് ഈ 3 നേരം എടുക്കുന്ന ഫാസ്റ്റ് ആക്ടിങ്, ഷോർട്ട് ആൻഡ് ഫാസ്റ്റ് ആക്ടിങ് ആയിരിക്കും. മറ്റത് ഓരോ ഭക്ഷണത്തിൻ്റെയും കൂടെ. പിന്നെ ഒരു ലോങ് ആക്ടിങ് ആയിട്ടുള്ള, അതാണ് ഒരു പാറ്റേൺ. ഏതെങ്കിലും ഷോർട്ട് ആക്ടിങ് ഉണ്ടാവും, പിന്നെ ഒരു ലോങ് ആക്ടിങ് ഉണ്ടാവും. അതാണ് ജനറലി എടുക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടിരുന്നതാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഇൻസുലിൻ അല്ല, ഹ്യൂമൻ ഇൻസുലിൻ എന്നുള്ളതുണ്ട്. പക്ഷേ ഇത് ഒരു ഇൻസുലിൻ അനലോഗാണ്. ഇൻസുലിൻ അനലോഗ് എന്ന് പറഞ്ഞാൽ നാച്ചുറലിൽ നിന്ന് കുറച്ച് വ്യത്യാസം വരുത്തി അത് ഓരോ ടൈമിലും ഓരോ പേറ്റൻറ്റ് തീരുന്ന അനുസരിച്ച് ഓരോ ചേഞ്ച് വരുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻസുലിനാണ് ശരിക്കും. എപ്പോഴും നമുക്ക് ഏറ്റവും സേഫ് നാച്ചുറൽ ഇൻസുലിൻ, ഹ്യൂമൻ്റെ ഇൻസുലിനുമായിട്ട് ഏറ്റവും സാമ്യമുള്ള നാച്ചുറൽ ഇൻസുലിനാണ് ഏറ്റവും ബെസ്റ്റ്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.